20,000 രൂപ റേഞ്ചിൽ ഒരു ഫോൺ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ കുറച്ച് കൺഫ്യൂഷൻ ആണല്ലേ. പുതിയ ലോഞ്ചുകൾ, പഴയ ഫോണുകൾക്ക് ഡിസ്കൗണ്ടുകൾ. എന്നാൽ ഈ വീഡിയോ കാണുന്നതിലൂടെ 20,000 രൂപ റേഞ്ചിൽ വരുന്ന നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള ഫോൺ കണ്ടെത്താൻ നിങ്ങൾക്ക് സാധിക്കും. ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ഫോണുകളെ മൂന്നായിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. ബെസ്റ്റ് പെർഫോമൻസ് വരുന്ന ഫോൺ, ബെസ്റ്റ് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് വരുന്ന ഫോൺ, ബെസ്റ്റ് ക്യാമറ. സോ ബെസ്റ്റ് പെർഫോമൻസ് ഫോൺ അണ്ടർ 20,000. ഈ ഒരു കാറ്റഗറിയിൽ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ പോകുന്നത് പോക്കോയുടെ X6 Pro ആണ്. ഇതിന് കാരണം ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള ഡയമൻസിറ്റിയുടെ 8300 അൾട്ര എന്ന് പറഞ്ഞിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള ഈ ചിപ്സെറ്റ് തന്നെയാണ്. BGMI സ്മൂത്തിൽ നിങ്ങൾക്ക് 90 FPS-ലും COD മൊബൈൽ നിങ്ങൾക്ക് മാക്സിമം 120 FPS-ലും ഈസിലി ഇതിൽ കളിക്കാൻ പറ്റുന്നതാണ്. കൂടാതെ ഇതിന്റെ സ്പെസിഫിക്കേഷൻസ് വരുന്നത് 8GB LPDDR5X RAM, 256GB വരുന്ന UFS 4.0 സ്റ്റോറേജ്, 1.5K റെസൊല്യൂഷൻ വരുന്ന ഒരു 120Hz AMOLED ഡിസ്പ്ലേയും, 5000 mAh ബാറ്ററിയും, 68 വാട്ട് ഫാസ്റ്റ് ചാർജിംഗ് ആണ് ഇതിൽ വരുന്നത്. ക്യാമറ നോക്കുകയാണെങ്കിൽ 64 മെഗാപിക്സലിന്റെ ഒരു മെയിൻ ക്യാമറയും 8 മെഗാപിക്സലിന്റെ ഒരു അൾട്രാ വൈഡ് ക്യാമറയും 2 മെഗാപിക്സലിന്റെ ഒരു ഡെപ്ത് സെൻസറുമാണ് പുറകിലായിട്ട് കൊടുത്തിട്ടുള്ളത്. കൂടാതെ സെൽഫി ഫോട്ടോകൾക്കായിട്ട് 16 മെഗാപിക്സലിന്റെ ഒരു ഫ്രണ്ട് ക്യാമറയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. സോ 20,000 താഴെ ഒരു ബെസ്റ്റ് പെർഫോമൻസ് ഫോണാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഇത് തന്നെയായിരിക്കും നിങ്ങളുടെ ബെസ്റ്റ് ചോയ്സ്. നെക്സ്റ്റ് ആണ് ദ ബെസ്റ്റ് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് തരുന്ന ഫോൺ. ഈ ഒരു കാറ്റഗറിയിൽ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ പോകുന്നത് നത്തിങ് ഫോൺ 2A ആണ്. ഇതിനുള്ള പ്രധാന കാരണം ഈ ഒരു ഫോണിൽ ഒരൊറ്റ തേർഡ് പാർട്ടി ആപ്പ് പോലും ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അഡ്വർടൈസ്മെന്റോ ആഡ് സജഷൻസോ ഒന്നും തന്നെ ഇതിൽ ഉണ്ടാകുന്നില്ല. ഇത് മാത്രമല്ല, പ്രോപ്പർ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ 20,000 രൂപയ്ക്ക് താഴെ ഒരു ക്ലീൻ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ഉള്ള ഒരു ഫോണാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നത്തിങ് ഫോൺ 2A ഒരു ബെസ്റ്റ് ചോയ്സ് തന്നെയായിരിക്കും. ഇനി ഇതിന്റെ മറ്റ് സ്പെസിഫിക്കേഷൻസ് ഒക്കെ നോക്കുകയാണെങ്കിൽ 6.7 ഇഞ്ചിന്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേയും 50+50 മെഗാപിക്സലിന്റെ രണ്ട് ബാക്ക് ക്യാമറയും 32 മെഗാപിക്സലിന്റെ സെൽഫി ക്യാമറയുമാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള ചിപ്സെറ്റ് ഡയമൻസിറ്റിയുടെ 7200 ആണ്. കൂടാതെ 5000 mAh ഒരു ബാറ്ററിയും കൊടുത്തിരിക്കുന്നു. നോട്ട് ചെയ്യുക, ചാർജർ ബോക്സിൽ ഉണ്ടായിരിക്കുന്നതല്ല. പിന്നെ നിങ്ങൾ കുറച്ചുകൂടി വെയിറ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നത്തിങ് ഫോൺ 3A ഈ വരുന്ന മാർച്ച് 4 ലോഞ്ച് ആവുകയാണ്. അതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇറങ്ങിയിട്ടുള്ള ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. മുകളിലുള്ള ഐ ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് ഉപയോഗിച്ചുകൊണ്ടോ കാണാവുന്നതാണ്. സോ നെക്സ്റ്റ് ആണ് ബെസ്റ്റ് ക്യാമറ ഫോൺ അണ്ടർ 20,000 റുപ്പീസ്. ഈ ഒരു കാറ്റഗറിയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് മോട്ടോറോള എഡ്ജ് 50 Neo എന്ന ഫോണാണ്. ആദ്യമൊക്കെ മോട്ടോറോളയുടെ ഫോണിലെ ക്യാമറ വളരെ ശോകം തന്നെയായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് നല്ല രീതിക്ക് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. സോ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന മെയിൻ ക്യാമറ സോണിയുടെ ലൈറ്റ 700C ആണ്. കൂടാതെ 30 മെഗാപിക്സലിന്റെ ഒരു അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയും 10 മെഗാപിക്സലിന്റെ ഒരു ടെലിഫോട്ടോ ക്യാമറയും മോട്ടോറോള ഇതിൽ കൊടുത്തിരിക്കുന്നു. നോർമലി ഈ ഒരു പ്രൈസ് റേഞ്ചിൽ മറ്റു ഫോണുകളിലൊന്നും ടെലിഫോട്ടോ ക്യാമറ കണ്ടുവരാറില്ല. അതും ഇവിടെ മോട്ടോറോള കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ എടുത്തു വരുന്ന മറ്റു സ്പെസിഫിക്കേഷൻസ് 1.5K റെസൊല്യൂഷൻ വരുന്ന ഒരു LTPO ഡിസ്പ്ലേ ആണ് മോട്ടോറോള ഇതിന് കൊടുത്തിട്ടുള്ളത്. കൂടാതെ IP68 സർട്ടിഫിക്കേഷനും ഇന്ന് നൽകിയിട്ടുണ്ട്. 4300 mAh ഒരു ബാറ്ററിയും 68 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ്ങും 50 വാട്ടിന്റെ വയർലെസ് ചാർജിങ്ങും മോട്ടോറോള ഇതിന് കൊടുത്തിട്ടുണ്ട്. ഇതുകൊണ്ടൊക്കെ തന്നെ ഒരു ബെസ്റ്റ് ക്യാമറ ഫോൺ എന്നതിലുപരി മോട്ടോറോളയുടെ ഈ എഡ്ജ് 50 Neo നമുക്കൊരു ബെസ്റ്റ് ഓൾറൗണ്ട് ഫോണായിട്ടും കണക്കാക്കാവുന്നതാണ്. ഇനി 20,000 രൂപയ്ക്ക് താഴെ നിങ്ങൾക്കൊരു സാംസങ്ങിന്റെ ഫോണാണ് ആവശ്യമെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യാൻ പോകുന്നത് സാംസങ് M35 എന്ന ഫോണാണ്. ഇനി OnePlusന്റെ ബ്രാൻഡിലാണ് നിങ്ങൾക്ക് ഒരു 20,000 രൂപ താഴെ ഒരു ഫോൺ വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്ന ഒരു ഓപ്ഷനാണ് OnePlus Nord CE4. സോ 20,000 രൂപയ്ക്ക് താഴെ നിങ്ങൾക്ക് വേണ്ടുന്ന ഫോൺ ഏതാണെന്ന് ഏതാണ്ട് ഒരു ക്ലാരിറ്റി കിട്ടിക്കാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഫോൺ ഏത് തന്നെയായാലും താഴെ ഒന്ന് കമന്റ് ചെയ്യാം. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഈസ് മീ വിക്കി, സൈനിങ് ഓഫ്. ബൈ.